ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രൈം ടൈം ന്യൂസ് പരിശോധിക്കാൻ പോകുന്നത്. ഞാൻ റീജിത്ത്. ഞാൻ പ്രവിത ലക്ഷ്മി. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പത്തനംതിട്ട കോന്നിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ എന്ന പരാതി. കോന്നി പൂച്ചക്കുളം സ്വദേശി രാധാകൃഷ്ണനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മ്ലാവിനെ വേട്ടയാടിയ കേസിൽ തോക്കുമായി സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞ് രാധാകൃഷ്ണനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്ന് സഹോദരി പറഞ്ഞു. കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് രാധാകൃഷ്ണൻ ഫോറസ്റ്റുകാരോട് പറഞ്ഞിരുന്നു. ഇന്നലെ തൊഴിലുറപ്പിൻ്റെ അകത്തുനിന്ന് വന്ന് പോസ്റ്റുകാർ 3 വണ്ടിയിലെ ആൾ വന്ന് പോസ്റ്റുകാർ കൊണ്ടുവന്ന് വിളിച്ചുകൊണ്ട് കാട്ടിൽ കൊണ്ടുപോയി തല്ലുകയോ അടിക്കുകയോ ഒക്കെ ചെയ്ത് വിരട്ടി അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ വിട്ടിട്ട് വെമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. വെമ്പർ ഇല്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ട് പോയി. അന്നേരം തൊട്ടും പുള്ളി ആരോടും മിണ്ടാതെയും പറയാതെ നടക്കുമായിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിയായപ്പോൾ ഞാൻ കയറി ചെന്നപ്പോൾ അവിടെ തൂങ്ങിക്കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. വ്യാജരേഖ കേസിൽ SFI മുൻ നേതാവ് കെ വിദ്യയ്ക്ക് കനത്ത തിരിച്ചടി. വിദ്യയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത കോടതി 2 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ പോലീസിന് അനുമതി നൽകി. നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്ന് വിദ്യ പ്രതികരിച്ചു. വിദ്യയുടെ ജാമ്യാപേക്ഷ ശനിയാഴ്ച പരിഗണിക്കും. പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെ കെ വിദ്യ മണ്ണാർക്കാട് കോടതിയിലേക്ക്. പുറത്തെ പ്രതിഷേധങ്ങൾ പോലെ കോടതിക്കകത്തും നാടകീയത. പ്രോസിക്യൂഷന്റെ കസ്റ്റഡി അപേക്ഷയെ എതിർത്ത വിദ്യയുടെ അഭിഭാഷകൻ പോലീസിന്റെ നടപടി രാഷ്ട്രീയ അജണ്ടയാണെന്ന് വ്യാഖ്യാനിച്ചു. മാധ്യമങ്ങളെ സംതൃപ്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും വിദ്യയുടെ പ്രായം പരിഗണിച്ച് ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് സെബി സെബാസ്റ്റിന്റെ ആവശ്യം. വിദ്യ ഒളിവിൽ പോയതല്ലെന്നും കൂട്ടുകാരിയുടെ വീട്ടിൽ താമസിക്കുകയായിരുന്നുവെന്നും പ്രതിഭാഗം. എന്നാൽ വിദ്യക്കെതിരെ കൃത്യമായ തെളിവുണ്ടെന്നും വ്യാജരേഖയുടെ ഒറിജിനൽ കണ്ടെടുക്കുന്നതിനായി വിദ്യയെ 2 ദിവസം മാത്രം പോലീസ് കസ്റ്റഡിയിൽ വിടണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. തുടർന്നാണ് വിദ്യയെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടത്. മണ്ണാർക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കാവ്യ മോഹനൻ നാളെയും മറ്റന്നാളും പോലീസ് കസ്റ്റഡിയും അനുവദിച്ചു. ഇതോടെ കേസിൽ വിദ്യ നേരിട്ടത് കനത്ത തിരിച്ചടി. നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്നായിരുന്നു വിദ്യയുടെ പ്രതികരണം. നിങ്ങളുടെ ആവശ്യത്തിലധികം ആഘോഷിച്ചു. എന്തായാലും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതാണ്. കെട്ടിച്ചമച്ചിട്ടുള്ളതാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്ന കോടതി നടപടികൾക്ക് ശേഷം വിദ്യയുടെ അഭിഭാഷകനും പ്രതികരിച്ചു. അതിനിടെ വിദ്യയുടെ റിമാൻഡ് റിപ്പോർട്ട് 24 ലഭിച്ചു. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം വ്യക്തമായെന്ന റിമാൻഡ് റിപ്പോർട്ട് വിശദീകരിക്കുന്നു. വ്യാജരേഖ നിർമ്മിച്ച അട്ടപ്പാടി കോളേജിൽ നിയമനം നേടാനുള്ള നീക്കം വ്യക്തമായതായും വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കാൻ പ്രതിക്ക് സഹായം നൽകിയവരെ കണ്ടെത്തേണ്ടതുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2 ദിവസത്തെ കസ്റ്റഡി. പോലീസിന് കണ്ടെത്തേണ്ടത് വ്യാജരേഖയുടെ ഒറിജിനൽ അടക്കം നിരവധി തെളിവുകൾ. അപ്പോഴും നിയമപരമായി നേരിടുമെന്നാണ് വിദ്യയുടെ മറുപടി. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. വ്യാജരേഖ കേസിൽ കെ വിദ്യയുടെ മൊഴി തള്ളി അട്ടപ്പാടി കോളേജ് പ്രിൻസിപ്പൽ. ആർക്കെതിരെയും ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്ന് ലാലിമോൾ 24നോട് പറഞ്ഞു. വിദ്യ സമർപ്പിച്ച രേഖകളിൽ സംശയം തോന്നിയതിനാൽ മഹാരാജാസ് കോളേജുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയായിരുന്നുവെന്നും ലാലിമോൾ വ്യക്തമാക്കി. ഇന്റർവ്യൂ ബോർഡിലുള്ളവർക്ക് സംശയം തോന്നി. അപ്പം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി മഹാരാജാസ് കോളേജിലേക്ക് അത് അയച്ചു. അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്തൊരു ഗൂഢാലോചനയും ഇല്ല. ഞങ്ങൾക്കാരുടെയും രാഷ്ട്രീയ പശ്ചാത്തലവും അറിയില്ല. ഞങ്ങൾ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങൾ ചെയ്യുന്നവരല്ല. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുമില്ല. ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ട് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു, അത്രമാത്രം. അധ്യാപക നിയമനത്തിന് വ്യാജരേഖ ചമച്ച കേസിൽ കെ വിദ്യയുടെ അറസ്റ്റ് വൈകിയതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. വിദ്യയ്ക്ക് ഒളിവിൽ കഴിയാൻ എല്ലാവിധ സഹായവും നൽകിയത് CPIM ആണെന്ന് കെ സുധാകരനും VD സതീശനും കുറ്റപ്പെടുത്തി. അതേസമയം കോൺഗ്രസ് ആരോപണം നിഷേധിച്ച് പ്രാദേശിക CPIM നേതൃത്വം രംഗത്തെത്തി. വിദ്യ ഒളിവിൽ കഴിഞ്ഞ മുൻ SFI നേതാവ് റോവിത് കുട്ടോത്തിന്റെ വീട് ഇപ്പോൾ പൂട്ടിയ നിലയിലാണ്. വിദ്യയ്ക്ക് ഒളിത്താവളം ഒരുക്കിയവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുട്ടോത്ത് UDF മാർച്ച് നടത്തി. 15 ദിവസത്തിന് ശേഷം കെ വിദ്യ പിടിയിലാകുമ്പോൾ CPIM നേതൃത്വത്തിനെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. പാർട്ടി ശക്തി കേന്ദ്രമായ മെപ്പയൂരിൽ CPIM ബന്ധമുള്ള വീട്ടിലാണ് വിദ്യ ഒളിവിൽ കഴിഞ്ഞതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഒളിവിൽ കഴിയാനും തെളിവുകൾ നശിപ്പിക്കാനും CPIM ഒത്താശ ചെയ്തെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. ഒളിവിൽ കഴിയാൻ സഹായം നൽകിയ പോലീസിന്റേത് കാക്കിക്കുപ്പായത്തെ നാണം കെടുത്തിയ പ്രവൃത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഞാൻ ആ പെൺകുട്ടിയോട് നന്ദി പറയാം. കാരണം ഈ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ സെറ്റ് ചെയ്ത് കീഴടങ്ങിയില്ലായിരുന്നെങ്കിൽ പോലീസ്
വിദ്യയുടെ കണ്ണിൽപ്പെടാതെ ഇനിയും ഒരാഴ്ച കൂടി പിന്നെയും നടക്കേണ്ടി വന്നേനെ. പോലീസ് ഇത്രയും നാൾ ഇവരുടെ കണ്ണിൽപ്പെടാതെ നടക്കുകയാണ്. അതാണ് പോലീസിന്റെ ജോലി. കെ വിദ്യയുടെ അറസ്റ്റ് വൈകിച്ചത് തെളിവ് നശിപ്പിക്കാനാണ് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വിമർശനം. എന്നാൽ കോൺഗ്രസ് ഉൾപ്പെടെ ഉയർത്തുന്ന ആരോപണങ്ങൾ തള്ളുകയാണ് പ്രാദേശിക CPIM നേതൃത്വം. ആരാണ് വിദ്യയെ സഹായിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കണമെന്ന് പേരാമ്പ്ര ഏരിയ സെക്രട്ടറി M. കുഞ്ഞഹമ്മദ് മാസ്റ്റർ പറഞ്ഞു. വിദ്യയുടെ അറസ്റ്റും നമ്മുടെ പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. പോലീസ് വ്യക്തമാക്കണം ഏത് വീട്ടിൽ വെച്ചാണ് ഇവർ അറസ്റ്റ് ചെയ്തത്, ആരാണ് ഒളിവിൽ താമസിക്കാൻ സഹായം നൽകിയത്, അത് പോലീസാണ് വ്യക്തമാക്കേണ്ടത്. ഇതിനിടെ മേപ്പയ്യൂർ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും മാർച്ച് നടത്തി. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് ABVP നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. 24 കോഴിക്കോട്. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദങ്ങളിൽ SFIയെ ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടി CPIM. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ SFI നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു. അതേസമയം നിഖിൽ തോമസിനെ തുടക്കത്തിൽ SFI പിന്തുണച്ചതിൽ തെറ്റില്ലെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പ്രതികരിച്ചു. SFIയെ കരിവാരിത്തേക്കാൻ ശ്രമം നടക്കുന്നതായി മന്ത്രി PM മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. SFI കായംകുളം ഏരിയ സെക്രട്ടറി നിഖിൽ തോമസിന്റെ വ്യാജ സർട്ടിഫിക്കറ്റാണ് CPIMനെ ഏറ്റവും അധികം കുഴപ്പിക്കുന്നത്. ആദ്യം ന്യായീകരണവുമായി SFI എത്തിയതും സർവകലാശാലകൾ ആ വാദങ്ങൾ നിരാകരിച്ചതും ഉണ്ടാക്കിയത് ചെറിയ ക്ഷീണമല്ല. ഇക്കാര്യത്തിൽ SFI നേതൃത്വം അപക്വമായി പ്രതികരിച്ചുവെന്നാണ് CPIM സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. SFIയിലെ പ്രശ്നങ്ങൾ ഗൗരവതരമാണെന്നും പാർട്ടി ഇടപെടൽ അനിവാര്യമാണെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. പ്രായപരിധി കർശനമാക്കിയത് ദോഷകരമായി. അടുത്ത മാസം നടക്കുന്ന സംസ്ഥാന പഠന ക്യാമ്പിനോടനുബന്ധിച്ച് നേതൃതലത്തിൽ അഴിച്ചുപണിക്കുള്ള സാധ്യതയും സെക്രട്ടേറിയറ്റ് പരിശോധിച്ചു. നിഖിൽ തോമസിന്റെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ അല്ലെന്ന് ആരും പറയില്ലെന്നായിരുന്നു AK ബാലന്റെ ന്യായീകരണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആർഷോ നിഖിലിനെ ആദ്യം അനുകൂലിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രാദേശിക നേതാവ് നിഖിൽ ഏരിയ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ കമ്മിറ്റി മെമ്പർ ആയിരുന്നു. അദ്ദേഹത്തെ ഒഴിവാക്കി, മെമ്പർഷിപ്പിൽ നിന്നടക്കം ഒഴിവാക്കി കഴിഞ്ഞു, നടപടിയെടുത്തു. ഇതിനപ്പുറം SFIയെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. തെറ്റു ചെയ്തവരോട് സന്ധി ചെയ്യുന്ന നിലപാടല്ല CPIMും SFIയും സ്വീകരിച്ചിട്ടുള്ളതെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. മതനിരപേക്ഷ കേരളത്തിന്റെ പ്രൊട്ടക്ടറാണ് SFI. ആ SFIയെ വളരെ ബോധപൂർവം ദുർബലപ്പെടുത്താനും വക്രീകരിക്കാനുമുള്ള ശ്രമത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾ അത്തരം നിലപാടുകളെ അതേ അർത്ഥത്തിൽ തന്നെ കാണുകയും ചെറുക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യും. കായംകുളം വിവാദത്തിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം KH ബാബുജാനോടും SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയോടും CPIM നേതൃത്വം വിശദീകരണം തേടി. AKG സെന്ററിൽ നേരിട്ടെത്തി ഇരുവരും MV ഗോവിന്ദനെ സന്ദർശിച്ചു. അതേസമയം K വിദ്യയുടെ കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടാണ് CPIM നേതാക്കളുടേത്. 24 തിരുവനന്തപുരം. ശുപാർശ ചെയ്തോ എന്ന് ഓർമ്മയില്ലെന്ന് KH ബാബുജാൻ. MSM കോളേജിൽ നിഖിൽ തോമസിനായി ശുപാർശ ചെയ്തുവെന്ന ആരോപണം തള്ളാതെ KH ബാബുജാൻ. ആർക്കൊക്കെ വേണ്ടി ശുപാർശ ചെയ്തുവെന്ന് ഓർത്തിരിക്കാനാകില്ല എന്ന് CPIM നേതാവിന്റെ മറുപടി. അഡ്മിഷന് സമയം നീട്ടി നൽകാൻ സർവകലാശാലയിൽ ഇടപെട്ടെന്ന വാദം വാസ്തവവിരുദ്ധമാണെന്നും ബാബുജാൻ പറഞ്ഞു. മുൻ SFI നേതാവ് നിഖിൽ തോമസിനെതിരായ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ തന്റെ പേര് ബന്ധപ്പെടുത്തുന്നത് ശരിയല്ലെന്നാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം KH ബാബുജാന്റെ വിശദീകരണം. അഡ്മിഷൻ കാലയളവിൽ നിരവധി പേർ സമീപിക്കാറുണ്ട്. ആർക്കൊക്കെ വേണ്ടി ശുപാർശ ചെയ്തുവെന്ന് ഓർത്തിരിക്കാനാകില്ലെന്നും ആരോപണം തള്ളാതെ ബാബുജാൻ പ്രതികരിച്ചു. അഡ്മിഷൻ കാലയളവിൽ പാവപ്പെട്ടവരും സാധാരണക്കാരും വിദ്യാർത്ഥി പ്രവർത്തകരും ഉൾപ്പെടെ അനേകം കുട്ടികളുടെ അഡ്മിഷൻ ആവശ്യങ്ങൾ എൻ്റെ മുൻപാകെ വരാറുണ്ട്. ഇവർക്കെല്ലാം മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ നൽകുന്നതിനായി വിവിധ മാനേജ്മെൻറ്റുകളോട് ശുപാർശ ചെയ്യാറുമുണ്ട്. ആർക്കെല്ലാം എവിടെയെല്ലാം ഏതെല്ലാം സമയങ്ങളിൽ അഡ്മിഷന് വേണ്ടി ശുപാർശ ചെയ്തു എന്നത് ഓർത്തിരിക്കുക അസാധ്യമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. PG അഡ്മിഷൻ സമയം നീട്ടി നൽകിയത് ഓൺലൈൻ അഡ്മിഷൻ സമിതിയാണ്. ഓൺലൈൻ കമ്മിറ്റിയിൽ താൻ അംഗമല്ലെന്നും KH ബാബുജാൻ വ്യക്തമാക്കി. തീയതി നീട്ടി നൽകിയത് PG UG PG ഓൺലൈൻ കമ്മിറ്റിയാണ്. ഇത് പല ഘട്ടങ്ങളിലും ഓൺലൈൻ അഡ്മിഷൻ കമ്മിറ്റി അഡ്മിഷൻ്റെ തീയതികളിൽ മാറ്റം വരുത്താറുണ്ട്. 25/2/2022 കൂടിയ സിൻഡിക്കേറ്റിൽ ഓൺലൈൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ഉണ്ടായത്. ആ ഓൺലൈൻ കമ്മിറ്റിയിൽ ഞാനില്ല.
എഴുതി തയ്യാറാക്കി വായിച്ച മറുപടിയിൽ നിഖിൽ തോമസിനെ സഹായിച്ചെന്ന ആരോപണം ബാബുജാൻ പൂർണ്ണമായും നിഷേധിക്കുന്നില്ല. സംഭവത്തിൽ കേരള സർവകലാശാലയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നുമാണ് വിശദീകരണം. 24 തിരുവനന്തപുരം. കായംകുളത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ SFI നേതാവ് നിഖിൽ തോമസിനെ CPIM-ൽ നിന്ന് പുറത്താക്കി. നിഖിൽ തോമസ് പാർട്ടിയോട് കാട്ടിയത് കൊടിയ വഞ്ചനയാണെന്ന് പാർട്ടിയുടെ വിലയിരുത്തൽ. അതിനാൽ കായംകുളം CPIM മാർക്കറ്റ് ബ്രാഞ്ച് അംഗമായ നിഖിൽ തോമസിനെ പുറത്താക്കണമെന്ന CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശ സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു. കായംകുളം വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കേസിൽ ഒളിവിൽ കഴിയുന്ന നിഖിൽ തോമസിനെ കണ്ടെത്താനാകാതെ പോലീസ്. നിഖിലുമായി ബന്ധപ്പെട്ടയാളുകളെ ചോദ്യം ചെയ്ത് പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. സർട്ടിഫിക്കറ്റ് കേസിൽ വകുപ്പ് മേധാവിയെ പഴിചാരിയുള്ള റിപ്പോർട്ടാണ് കോളേജ് സർവകലാശാലയ്ക്ക് കൈമാറിയത്. അതേസമയം വ്യാജരേഖ ചമയ്ക്കൽ കേസിൽ KSU സംസ്ഥാന കൺവീനർ അൻസിൽ ജലീലിന്റെ അറസ്റ്റ് നാളെ വരെ ഹൈക്കോടതി തടഞ്ഞു. അൻസിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കോടതിയുടെ നടപടി. സർക്കാർ നിലപാട് അറിയിക്കാൻ നാളെ വരെ സമയം തേടിയിരുന്നു. തുടർന്നാണ് അറസ്റ്റ് ഒരു ദിവസത്തേക്ക് തടഞ്ഞത്. അതേസമയം വ്യാജരേഖ നിർമ്മിച്ചു എന്ന പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേരള സർവകലാശാല VCയുടെ ഒപ്പും സീലും ഉപയോഗിച്ചുള്ള BCom സർട്ടിഫിക്കറ്റാണ് പ്രചരിച്ചത്. കേരള സർവകലാശാല രജിസ്ട്രാറുടെ പരാതിയിലായിരുന്നു കന്റോൺമെന്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. താൻ ഉപയോഗിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെന്നും ഗൂഢാലോചനയാണ് എന്നുമുള്ള അൻസിലിന്റെ വിശദീകരണവും നിലനിൽക്കുന്നുണ്ട്. അൻസിൽ നൽകിയ പരാതിയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. പ്രിയ വർഗീസിന് അനുകൂല വിധി. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് പ്രിയ വർഗീസിന് യോഗ്യതയില്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. പ്രിയ വർഗീസ് നൽകിയ അപ്പീൽ അനുവദിച്ചാണ് കോടതിയുടെ നടപടി. വസ്തുതകൾ ശരിയായി മനസ്സിലാക്കാതെയുള്ളതാണ് സിംഗിൾ ബെഞ്ച് നടപടിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രിയ വർഗീസിന്റെ അപ്പീൽ. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ഗവേഷണ കാലയളവും NSS സ്റ്റുഡന്റ് ഡയറക്ടർ പദവിയും അധ്യാപന പരിചയമായി കാണാം. ഇക്കാര്യത്തിലുള്ള യൂണിവേഴ്സിറ്റി തീരുമാനങ്ങളിൽ കോടതി ഇടപെടേണ്ടതില്ല. റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരണം ഉൾപ്പെടെയുള്ള ആവശ്യത്തിന്മേൽ സർവകലാശാലയുടെ തീരുമാനങ്ങൾക്ക് മുൻതൂക്കം നൽകണം. സർവകലാശാലയുടെ നിലപാടറിയാതെ കോടതിക്ക് അന്തിമ തീർപ്പിലേക്കെത്താൻ സാധിക്കില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. സ്റ്റുഡന്റ് ഡയറക്ടർ പദവി, ഗവേഷണ കാലയളവ് എന്നിവ അധ്യാപന പരിചയമല്ലെന്ന് കണ്ടെത്തുന്നതിന് മുൻപേ UGC അംഗീകൃത റിസർച്ച് അനുബന്ധ പ്രോഗ്രാമുകൾ ഏതൊക്കെയെന്ന് സിംഗിൾ ബെഞ്ച് വിലയിരുത്തണമായിരുന്നുവെന്നും ഉത്തരവിലുണ്ട്. ഇതിനിടെ വിധിയിൽ സന്തോഷം രേഖപ്പെടുത്തി പ്രിയ വർഗീസ് രംഗത്തെത്തി. നീതിപീഠത്തിൽ നിന്ന് നീതി ലഭിച്ചത് വലിയ സന്തോഷം ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് അതിനോടുള്ള പ്രതികരണം. ഇന്റർവ്യൂവിന്റെ തലേ ദിവസം വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതിനെ ടാർഗറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതല്ലാതെ, ഇരയാക്കപ്പെടുക എന്നുള്ളതല്ലാതെ എന്ത് പേരിട്ട് വിളിക്കുമെന്ന് എനിക്കറിയില്ല. അതേസമയം കേസിൽ ചില മാധ്യമങ്ങൾ അമിതാവേശം കാണിച്ചെന്ന വിമർശനവും ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായി. വ്യക്തിയുടെ സ്വകാര്യത ഹനിക്കുന്ന തരത്തിൽ സിംഗിൾ ബെഞ്ച് നിരീക്ഷണങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുവെന്നാണ് വിമർശനം. 24 കൊച്ചി. നിയമന വിവാദങ്ങളിൽ ആടിയുലഞ്ഞ് സർക്കാരിനും CPIM-നും പ്രിയ വർഗീസിന് അനുകൂലമായ വിധി ആശ്വാസമായി. വിധി ഗവർണറും വായിക്കണമെന്ന് നിയമമന്ത്രി P. രാജീവ് പറഞ്ഞു. ഹൈക്കോടതി വിധി വ്യക്തിഹത്യ നടത്തുന്ന മാധ്യമപ്രവർത്തകരുടെ മുഖത്തേറ്റ അടിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നാണ് പരാതിക്കാരനായ ജോസഫ് സ്കറിയയുടെ പ്രതികരണം. കോളിളക്കമുണ്ടാക്കിയ നിയമന വിവാദത്തിന് പിന്നാലെ പ്രിയ വർഗീസിന് അനുകൂലമായ വിധി ആയുധമാക്കുകയാണ് സർക്കാരും CPIM-ഉം. പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടലുകൾക്ക് മന്ത്രി P. രാജീവിന്റെ മറുപടി ഇങ്ങനെ. അദ്ദേഹത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടിൽ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം ഇതൊക്കെ വായിക്കുമല്ലോ, അദ്ദേഹം ഇത് വായിക്കുന്ന ആളാണല്ലോ, അദ്ദേഹം വിധി വായിക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മളതിന് കോടതിയുടെ വിധി വന്നിട്ടുണ്ടല്ലോ, ബഹുമാനായി ഗവർണറും അത് സ്വാഭാവികമായിട്ട് വായിക്കുമല്ലോ, അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കട്ടെ. വിവാദങ്ങളുണ്ടാക്കി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു പ്രിയ വർഗീസിന്റെ നിയമന വിവാദമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. ക്ലാസ് മുറിക്കകത്തെ അധ്യാപനം മാത്രമാണ് അധ്യാപനമായിട്ട് കൂട്ടുക എന്നുള്ള നിലയിലുള്ള ഒരു ഉത്തരവ് വളരെ സങ്കുചിതമായിരുന്നു. യഥാർത്ഥത്തിൽ അത് മാറി എന്നുള്ളത് നമ്മുടെ അധ്യാപകർക്ക് മുൻപിലുള്ള സാധ്യതകൾ കൂടുതൽ തുറന്നു വയ്ക്കുകയാണ്. ഹൈക്കോടതി വിധി വ്യക്തിഹത്യ നടത്തുന്ന മാധ്യമപ്രവർത്തകരുടെ മുഖത്തേറ്റ അടിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. CPIM നേതാവിന്റെ ജീവിത പങ്കാളിയെന്ന ഒറ്റക്കാരണത്താലാണ് പ്രിയ വർഗീസ് വേട്ടയാടപ്പെട്ടതെന്നും
മാധ്യമവിധികളെ വിചാരണ ചെയ്യുന്ന വിധിന്യായമാണ് ഹൈക്കോടതിയുടേതെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രിയ വർഗീസിന്റേത് ന്യായമായ നിയമനമെന്ന് തെളിഞ്ഞെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാലും പ്രതികരിച്ചു. വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരനായ പ്രൊഫസർ ജോസഫ് സ്കറിയ. ഞാൻ UGC റെഗുലേഷൻ 2018 വിരുദ്ധമായിട്ടാണ് ഇത്തരം അപ്പോയിന്റ്മെന്റ് എന്നാണ് എന്റെ വാദം. ആ വാദത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. കോടതി ഉത്തരവ് പഠിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ പറഞ്ഞു. മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ പ്രിയയ്ക്ക് നിയമനം നൽകുമെന്നും വൈസ് ചാൻസലർ വ്യക്തമാക്കി. അതിലിപ്പം സ്റ്റേ ഇല്ലെങ്കിൽ ആ നിയമനം എന്താണെന്ന് റദ്ദാക്കിയിട്ടില്ലെങ്കിൽ ഈ വിധി എന്നാൽ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ പക്ഷേ അത് നമുക്ക് വായിച്ചിട്ട് അറിയാൻ കഴിയുള്ളൂ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിൽ പ്രിയ വർഗീസിന് അനുകൂലമായ കോടതി വിധിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ക്ഷുഭിതനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കോടതി വിധിയെക്കുറിച്ച് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും വിധിയെ ബഹുമാനിക്കുന്നുവെന്നും ഗവർണർ പറഞ്ഞു. വിധിയിൽ താൻ സന്തുഷ്ടനാണോ അല്ലയോ എന്നതിൽ പ്രസക്തിയില്ല എന്നും ഗവർണർ പ്രതികരിച്ചു. I am talking after the verdict. Something has happened earlier. Judge has. I honestly, I deprecate this tendency to create controversy out of everything. Please spare the judiciary. We should have. It is not question of being happy. What do you know about it? It is not necessary for me to be happy or unhappy. Judiciary is like holy cow to me. I will not discuss judiciary. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സംസാരിക്കുന്നു. തത്സമയം United States, together with Australia and Japan, can ensure the vital Indo-Pacific region remains free, open, prosperous, and secure. Through our new I2U2 grouping with Israel and the UAE, we're building regional connections to the Middle East and spurring science-based solutions to global challenges like food security and clean energy. And this year, under India's leadership of the G20, we're putting sustainable development at the center of the agenda. We're delivering meaningful action on low and middle-income nations, including multilateral development bank reform, debt relief, and building resilient and equitable health systems. The bottom line is simple. We want people everywhere to have the opportunity to live in dignity. And let me close with this. Indians and Americans are both peoples who innovate and create, turn obstacles into opportunities, who find strength in community and family, and who cherish freedom and celebrate the democratic values of universal human rights, which face challenges around the world and in each of our countries, but which remain so vital to the success of each of our nations. Press freedom, religious freedom, tolerance, diversity. India now is now the most populous country in the world. It's a democracy. We understand that it is the brilliance and the backbone of our people, as diverse and talents and traditions that make us strong as a nation. It's democracies that do that. We see that so clearly here in the United States, where a vibrant Indian American community of more than 4 million strong contributes every single day to the writing of the future of our nation. Indian Americans of every background and faith, representing the full diversity of India, are pursuing their American dream while maintaining deep connections for their Indian heritage and families. That makes us all stronger. That is a cornerstone of this essential partnership between India and the United States. And that is why I know the friendship between our nations is only going to grow as we face the future together. Mr. Prime Minister, the floor is yours. Your Excellency, President Biden, delegates of both countries, friends from the media, Namaskar. First of all, I thank President Biden for his warm words and for his
positive views on India-America relations. Friends, today is a day that has special importance in the history of India-America relations. Our discussions today and the important decisions we have taken have added a new chapter to our comprehensive and a global strategic partnership. They have given it a new direction and a new energy. Friends, a trade and investment partnership between India and America is important not only for our two countries, but for the global economy as well. Today, America is India's biggest trade partner. We have decided to resolve long pending trade-related issues and make a new beginning. The initiative for critical and emerging technologies, ICET, has emerged as an important framework for our technical cooperation. By increasing our cooperation in fields such as artificial intelligence, semiconductors, space, quantum, and telecom, we are creating a strong and futuristic partnership. The decision taken by American companies such as Micron जैसी कंपनियों द्वारा भारत में निवेश करने का निर्णय इस फ्यूचरिस्टिक साझेदारी का प्रतीक है। इस यात्रा के दौरान मुझे अमेरिका के कुछ अन्य सीईओज के साथ मुलाकात करने का भी अवसर मिला। उनके साथ हुई चर्चाओं में भी मैंने भारत के प्रति उत्साह और एक सकारात्मक सोच महसूस किया। हम दोनों सहमत हैं कि हमारी स्ट्रैटेजिक टेक्नोलॉजी पार्टनरशिप को सार्थक करने में गवर्नमेंट्स, बिजनेसेस और एकेडमिक इंस्टीट्यूशंस का साथ आना बहुत महत्वपूर्ण है। क्लीन एनर्जी ट्रांजिशन में भारत और अमेरिका के साझे विजन को इम्प्लीमेंट करने के लिए हमने कई महत्वपूर्ण इनिशिएटिव लिए हैं। इसमें ग्रीन हाइड्रोजन, विंड एनर्जी, बैटरी स्टोरेज, कार्बन कैप्चर जैसे क्षेत्र शामिल है। हमने यह भी निर्णय लिया कि वैश्विक अनिश्चितताओं के बीच भारत और अमेरिका ट्रस्टेड पार्टनर्स की तरह रिलायबल, सिक्योर और रेजिलिएंट ग्लोबल सप्लाई चेन और वैल्यू चेन तैयार करेंगे। भारत और अमेरिका के बीच करीबी रक्षा सहयोग हमारे आपसी विश्वास और साझा रणनीतिक प्राथमिकताओं का प्रतीक है। पुराने समय के बायर सेलर्स रिलेशनशिप पीछे छोड़कर आज हम ट्रांसफर ऑफ टेक्नोलॉजी, को डेवलपमेंट और को प्रोडक्शन की तरफ बढ़ चुके हैं। जनरल इलेक्ट्रिक द्वारा भारत में टेक्नोलॉजी ट्रांसफर के माध्यम से इंजन बनाने का निर्णय एक लैंडमार्क एग्रीमेंट है। इससे दोनों देशों में रोजगार के नए अवसर भी खुलेंगे। यह आने वाले समय में हमारे रक्षा सहयोग को एक नया स्वरूप देगा। इस सहयोग में दोनों देशों के रक्षा उद्योग और स्टार्टअप्स महत्वपूर्ण पार्टनर्स हैं। उन्हें आपस में जोड़ना हमारे डिफेंस इंडस्ट्रियल रोडमैप का मुख्य उद्देश्य है। स्पेस साइंस और टेक्नोलॉजी में हमारा गहरा और वर्षों पुराना सहयोग रहा है। आज हमने आर्टेमिस अकॉर्ड्स में शामिल होने का निर्णय लेकर
हमारे स्पेस कोऑपरेशन में एक लंबी उड़ान भरी है। संक्षेप में कहूं तो भारत और अमेरिका की साझेदारी के लिए इवन स्काई इज नॉट द लिमिट। फ्रेंड्स, हमारे संबंधों का सबसे महत्वपूर्ण स्तंभ हमारे पीपल टू पीपल टाइज है। भारतीय मूल के 40 लाख से भी ज्यादा लोग आज अमेरिका की प्रगति में महत्वपूर्ण योगदान दे रहे हैं। आज सुबह व्हाइट हाउस में इतनी बड़ी संख्या में भारतीय लोगों की उपस्थिति इस बात का प्रमाण है कि इंडियन अमेरिकन्स हमारे संबंधों की असली ताकत है। इन संबंधों को और गहरा करने के लिए हम अमेरिका द्वारा बेंगलुरु और अहमदाबाद में कॉन्सुलेट्स खोलने के निर्णय का स्वागत करते हैं। उसी तरह सिएटल में भारत का नया कॉन्सुलेट खोलेंगे। फ्रेंड्स, आज की बैठक में हमने कई क्षेत्रीय एवं वैश्विक मुद्दों पर चर्चा की। इंडो पैसिफिक में शांति और सुरक्षा यह हमारी साझा प्राथमिकता है। हम एकमत हैं कि इस क्षेत्र का विकास और सफलता पूरे विश्व के लिए महत्वपूर्ण है। हमने क्वाड पार्टनरशिप के साथ मिलकर इस क्षेत्र के सभी देशों के साथ अपना समन्वय बढ़ाने पर विचार साझा किए। आतंकवाद और कट्टरवाद के खिलाफ लड़ाई में भारत और अमेरिका कंधे से कंधा मिलाकर चल रहे हैं। हम सहमत हैं कि क्रॉस बॉर्डर टेररिज्म को समाप्त करने के लिए ठोस कार्रवाई आवश्यक है। कोविड महामारी और यूक्रेन संघर्ष से ग्लोबल साउथ के देश विशेष रूप से पीड़ित हुए हैं। हमारा मत है कि इन समस्याओं के समाधान के लिए सभी देशों का एकजुट होना अनिवार्य है। यूक्रेन के घटनाक्रम के शुरुआत से ही भारत ने डायलॉग और डिप्लोमेसी के माध्यम से इस विवाद को सुलझाने पर जोर दिया है। हम शांति की बहाली के लिए हर संभव योगदान देने के लिए पूरी तरह से तैयार हैं। भारत की G20 की अध्यक्षता में हम वन अर्थ, वन फैमिली, वन फ्यूचर उस पर बल दे रहे हैं। ग्लोबल साउथ की प्राथमिकताओं को आवाज दे रहे हैं। मैं राष्ट्रपति बाइडेन का धन्यवाद करता हूं कि उन्होंने अफ्रीका को G20 का पूर्ण सदस्य बनाने के मेरे प्रस्ताव पर समर्थन जताया है। फ्रेंड्स, हमारे सभी साझे प्रयासों का मूल मंत्र है लोकतंत्र और लोकतांत्रिक मूल्यों तथा व्यवस्थाओं को सशक्त करना। विश्व के दो सबसे बड़े लोकतंत्र भारत और अमेरिका मिलकर विश्व शांति, स्थिरता, समृद्धि में महत्वपूर्ण सहयोग दे सकते हैं। मुझे विश्वास है कि इन मूल्यों के आधार पर हम दोनों देशों के लोगों की ही नहीं बल्कि पूरे विश्व की अपेक्षाओं और आकांक्षाओं को पूरा कर सकेंगे। राष्ट्रपति बाइडेन, आज की उपयोगी चर्चा के लिए मैं आपका बहुत बहुत धन्यवाद करता हूं। इस वर्ष G20 समिट के दौरान आपका भारत में स्वागत करने के लिए भारत और मैं स्वयं भी बहुत ही उत्सुक है। और जैसा राष्ट्रपति जी ने कहा, हम लोगों को मुझे जाना है बाद में कांग्रेस को एड्रेस करने के लिए, और इसलिए ज़्यादा अधिक समय न लेते हुए मैं मेरी बात को विराम देता हूं। मैं फिर एक बार राष्ट्रपति का बहुत बहुत धन्यवाद करता हूं।
Well, the Congress is actually anxiously waiting to hear you. I'm told there are two questioners, Sabrina from the Wall Street Journal and Kumar from the Trust of India. And Sabrina, you first. Thank you, Mr. President. I have a question for the Prime Minister, but first a two-part question for you. Your comments at a fundraiser this week appear to be the first time in recent memory that a sitting U.S. president has called a Chinese leader a dictator. Did those comments about President Xi undermine or complicate the progress your administration has made in maintaining a relationship with China? And secondly, on India, as you raise these broader issues of human rights and democracy, what is your message to those, including some members of your own party, who say that your administration is overlooking the targeting of religious minorities and crackdown on dissent in Prime Minister Modi's country? The answer to your first question is no. When we're talking to our allies and partners around the world, including India, we let the idea of my choosing and avoiding saying what I think is the facts with regard to the relationship with China is just not something I'm going to change very much. I believe that, and I've said this for some time, that the hysteria about the relationship with China is collapsing and moving, et cetera, et cetera. We had an incident that caused some confusion, you might say. But Secretary Blinken had a great trip to China. I expect to be meeting with President Xi sometime in the future, in the near term, and I don't think it's had any real consequence. And what was your second question? So as you raise these broader issues of human rights and democracy, what is your message to those, including some members of your own party, who believe that your administration is overlooking the targeting of religious minorities and a crackdown on dissent in India? Well, look, the Prime Minister and I had a good discussion about democratic values, and that's the nature of our relationship. We're straightforward with each other, and we respect each other. One of the fundamental reasons that I believe the U.S.-China relationship is not in the space it is in the U.S.-Indian relationship is that there is an overwhelming respect for each other because we're both democracies. And it's a common democratic character of both our countries and our people, our diversity, our culture, our open, tolerant, robust debate. And I believe that we believe in the dignity of every citizen. And it is in America's DNA, and I believe in India's DNA, that the whole world has a stake in our success, both of us, in maintaining our democracies, makes us appealing partners, and enables us to expand democratic institutions around the world. And I believe this, and I still believe this. Mr. Prime Minister, India has long prided itself as the world's largest democracy, but there are many human rights groups who say that your government has discriminated against religious minorities and sought to silence its critics. As you stand here in the east room of the White House, where so many world leaders have made commitments to protecting democracy, what steps are you and your government willing to take to improve the rights of Muslims and other minorities in your country and to uphold free speech? मुझे आश्चर्य हो रहा है कि आप कह रहे हैं कि लोग कहते हैं नहीं, भारत डेमोक्रेसी है। और जैसा राष्ट्रपति बाइडेन ने कहा, भारत और अमेरिका दोनों के डीएनए में लोकतंत्र है। लोकतंत्र हमारा स्पिरिट है, लोकतंत्र हमारी रगों में है, लोकतंत्र को हम जीते हैं और हमारे पूर्वजों ने उसको शब्दों में ढाला है संविधान के रूप में। और हमारी सरकार
लोकतंत्र के मूलभूत मूल्यों को आधार लेकर के बने हुए संविधान के आधार पर चलती है और हमारा संविधान और हमारी सरकार और हमने सिद्ध किया है डेमोक्रेसी कैन डिलीवर। और जब मैं डिलीवर कहता हूं तब कास्ट, क्रीड, रिलीजन, जेंडर, किसी भी भेदभाव को वहां जगह नहीं होती है। और जब हम लोकतंत्र की बात करते हैं तब अगर ह्यूमन वैल्यूज नहीं है, ह्यूमैनिटी नहीं है, ह्यूमन राइट्स नहीं है, फिर तो वो डेमोक्रेसी है ही नहीं। और इसलिए जब आप डेमोक्रेसी कहते हैं, जब डेमोक्रेसी को स्वीकार करते हैं और जब हम डेमोक्रेसी को लेकर के जीते हैं, तब डिस्क्रिमिनेशन का कोई सवाल ही नहीं उठता है। और इसलिए भारत सबका साथ, सबका विकास, सबका विश्वास, सबका प्रयास, उन मूलभूत सिद्धांतों को लेकर के, और इसलिए हम चलते हैं। भारत में सरकार के जो बेनिफिट्स हैं वो एक्सेस टू ऑल है, जो भी उसके हकदार हैं उन सबको मिलते हैं। इसलिए भारत के लोकतांत्रिक मूल्यों में कोई भेदभाव नहीं है, न धर्म के आधार पर, न जाति के आधार पर, न उम्र के आधार पर, न भूभाग के आधार पर। Kumar. Yeah, thanks a lot, sir. Sir, my question is on the issue of climate change. Both countries have spoken strongly about the need to tackle the climate change, but there is a view. I'm sorry. Yeah, both countries have spoken about the challenge of climate change, but there is a view that ambitious targets are set, but implementation is found often lacking. And there is also a criticism of lack of technological transfer, financial transfer from the developed countries to the developing nations. How do you both leaders see the way ahead on this pressing issue? Well, first of all, I think it is the existential threat to humanity, climate change. It's the most serious problem we face as human beings. We have to keep it below 1.5 degrees Celsius. We've made enormous progress here in the United States on dealing with this issue by doing three things. Number one, by insisting that we move every one of our industries into a position where they can take advantage of cheaper and more extensive and more available renewable energy, whether it's solar or wind or hydrogen and green hydrogen. There's a whole range of things we've been working on. In addition to that, we find ourselves in a position that what we've done is that we have significantly reduced for example, I made a commitment that we are going to make sure that by 2030, 30% of all our land and sea and oceans were in conservation, could not be developed. We're well on our way to doing that, and that's also absorbing carbon from the air as a consequence of that because of the conservation. We are in a position as well that we have provided for significant increase in funding for a whole range of issues, but not just for the United States, but for the rest of the world. For example, we're working with the G7 to provide for infrastructure work for dealing with global warming on the continent of Africa. In Angola, building the largest solar project, moving ourselves, having railway to go all the way across the southern from the Atlantic Ocean to the Indian Ocean in Africa, to be able to transport and do it cheaper and do it with less, how can I say it, less carbon emissions. We're trying to work with other countries to maintain their carbon sinks so they don't have to develop them like we did in causing pollution. And we're trying to figure out how to work out to pay them not to develop certain areas like the Amazon and Brazil. But there's a lot of technology that's available that we're sharing and we share with one another. We've learned how to do solar energy, which is considerably cheaper than it is for fuel, for fossil fuels. The same way dealing with not just solar, but dealing with
wind. And so there's a lot of technology that we've developed, and we're well on our way, I think, to meeting the commitment we made that we made in Paris. And we're prepared to share all of that with India, that has a desire to do the same. एक्सेलेंसी, आपने सही कहा। जहां तक भारत का सवाल है, एनवायरमेंट, क्लाइमेट, ये हमारे सांस्कृतिक परंपरा में अत्यंत महत्वपूर्ण स्थान है उसका। हमारे लिए एनवायरमेंट ये आर्टिकल ऑफ फेथ है। ये कन्वीनियंस के कारण करने का हमारा काम नहीं है, हम ये मानते हैं। हम एक्सप्लॉयटेशन ऑफ नेचर में विश्वास नहीं करते हैं। पूरे सृष्टि को चलाने के लिए मिल्किंग ऑफ नेचर तक तो चल सकता है, लेकिन एक्सप्लॉयटेशन ऑफ नेचर नहीं चल सकता है। हम इस पक्ष में रहे हैं और उसी के मूलभूत आधार पर भारत अपने लिए करता है, इतना ही नहीं, हम कुछ ग्लोबल इनिशिएटिव भी ले रहे हैं। आपको मालूम है, G20 देशों ने पेरिस में जो प्रॉमिस किया था, सभी G20 देशों में अकेला हिंदुस्तान है जिसने पेरिस में जो प्रॉमिस किए थे वो सारे प्रॉमिस पूरे किए हैं। इतना ही नहीं, सोलर एनर्जी के क्षेत्र में हमने ग्लासगो में रिन्यूएबल एनर्जी के क्षेत्र में 500 गीगावाट का टारगेट रखा है। हमने 2030 तक भारत की रेलवे का नेट जीरो का लक्ष्य रखा है, और भारत की रेलवे ऑस्ट्रेलिया होता है। इतना बड़ा मेरा देश है, और वहां मैं 2030 तक रेलवे को नेट जीरो लेकर के चल रहा हूं। उसी प्रकार से जो हमने सोलर एनर्जी के टारगेट तय किए थे, हमने इथेनॉल के टारगेट तय किए थे 10% का, वो समय से पहले पूरा कर दिया। हम 20% इथेनॉल ब्लेंडिंग की दिशा में आगे बढ़ रहे हैं। हम ग्रीन हाइड्रोजन को इनिशिएट कर रहे हैं और भारत ग्रीन हाइड्रोजन हब बने, उस दिशा में हम काम कर रहे हैं। हमने दुनिया के लिए इंटरनेशनल सोलर अलायंस उसका हमने लॉन्च किया, और आज दुनिया के कई देश उसमें भारत के साथ मिलकर के आगे बढ़ रहे हैं। हमने जो आइलैंड कंट्रीज हैं उनको स्पेशली सोलार के क्षेत्र में मदद करके उनको एक नया विश्वास दिया है कि हम आपकी कठिनाइयों में आपके साथ हैं। भावी किसी भी संकट के लिए हम आपकी चुनौती को पार करने के लिए हमारी जिम्मेवारियां निभाएंगे, आपको भी मदद करेंगे। हम वो देश हैं जिसने एक और नया क्षेत्र हाथ लिया है। हम देख रहे हैं कि नेचुरल कैलेमिटी के कारण आज मनुष्य मृत्यु की चर्चा तो होती है, लेकिन इंफ्रास्ट्रक्चर का इतना नुकसान होता है जो 50-50 साल तक भरपाई नहीं हो सकता। और इसलिए ये जो क्लाइमेट चेंज के कारण जिस प्रकार का संकट आ रहा है, तो ऐसा इंफ्रास्ट्रक्चर बनना चाहिए जिसमें रेजिलियंस हो, और इसके लिए CDRI हमने एक ग्लोबल ऑर्गेनाइजेशन को जन्म दिया है। और आपको पता होगा, मैंने ग्लासगो के अंदर एक विषय रखा है दुनिया के सामने, और जिसको पिछले दिनों UN सेक्रेटरी जनरल और मैंने उसको लॉन्च किया है, वो है मिशन लाइफ। और जब मैं लाइफ कहता हूं तब लाइफ स्टाइल फॉर एनवायरमेंट। हर इंडिविजुअल को प्रो क्लाइमेट, प्रो एनवायरमेंट अपना जीवन जीने का तरीका डेवलप करना होगा। इतने बड़े संकट के लिए उस दिशा में भी हम काम कर रहे हैं, और मुझे विश्वास है कि भारत ने जो आज इन क्षेत्रों में काम शुरू किया है, इसलिए नहीं कि भारत ने दुनिया के एनवायरनमेंट को बुरा किया है, लेकिन हम इसलिए कर रहे हैं कि हमारी भावी पीढ़ी की हमें चिंता है। हम हमारी भावी पीढ़ी को ऐसा विश्व नहीं दे सकते हैं कि जिसके लिए उसके लिए जीना कठिन हो जाए। और इसलिए एक ग्लोबल रिस्पॉन्सिबिलिटी के रूप में भारत ने खुद ने कुछ बुरा नहीं किया है, तो भी अच्छा करने में, योगदान देने में हम अग्रिम भूमिका निभा रहे हैं, और हम आगे भी निभा रहेंगे। जहां तक समृद्ध देश हैं, लगातार चर्चा रही है, टेक्नोलॉजी ट्रांसफर हो, फाइनेंशियल मदद हो, और धीरे धीरे विश्व भी मन बना रहा है कि जो देश इसमें करना चाहते हैं उनको टेक्नोलॉजी की मदद मिले,
उनको फाइनेंशियल मदद मिले। हम प्रतीक्षा कर रहे हैं कि जितना जल्दी इस विषय में आगे बढ़ेंगे, दुनिया को इस संकट से हम जल्दी से मुक्त कर पाएंगे। धन्यवाद। Let me add one thing to that. We have caused damage in the United States the way we developed over the last 300 years. And that's why I was able to convince my colleagues in the Congress to pass legislation, the largest climate fund ever in American and the world history, $369 billion. $369 billion to deal with the climate crisis. And we're doing it extensively now, and I think you're going to see significant progress. Thank you all very, very much. വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ജോ ബൈഡനും സംയുക്ത പ്രസ്താവന നടത്തുകയായിരുന്നു. വിവിധ വിഷയങ്ങളിൽ ഇരു നേതാക്കളും പ്രതികരിച്ചു. വ്യാപാര ബന്ധത്തിൽ ഇന്ത്യ US ബന്ധത്തിൽ ഒരു ചരിത്ര ദിനമാണ് ഇന്നെന്ന് സൂചിപ്പിച്ചു ഇരു നേതാക്കളും. ഒപ്പം തീവ്രവാദത്തിനെതിരെ യോജിച്ച പോരാട്ടം ലോക സമാധാനത്തിനായി മുൻകൈയെടുക്കും. ഇതിനിടയിൽ ഉയർന്നു വന്ന ചോദ്യമാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ. അത് ഇന്ത്യയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ചോദ്യം. അത് ജോ ബൈഡനോടുമുണ്ടായിരുന്നു, പ്രധാനമന്ത്രിയോടുമുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ മറുപടി യാതൊരുവിധ വേർതിരിവുകളും വ്യത്യാസങ്ങളും ഇന്ത്യയില്ല, നോ ഡിസ്ക്രിമിനേഷൻ എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഒപ്പം സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഒരിക്കൽ കൂടി അമേരിക്കയിലും ആവർത്തിച്ചു പ്രധാനമന്ത്രി. ഒപ്പം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഇരു രാജ്യങ്ങളുടെയും ഭാവി നടപടികൾ, പദ്ധതികളൊക്കെ വിശദീകരിക്കുകയുണ്ടായി. 2030 നെറ്റ് സീറോ എമിഷൻ റെയിൽ മേഖലയിൽ എന്ന ഇന്ത്യയുടെ സ്വപ്നം പ്രധാനമന്ത്രി US പങ്കുവച്ചു. ഒപ്പം ഗ്രീൻ ഹൈഡ്രജൻ സാങ്കേതികവിദ്യയിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ഗ്രീൻ ഹൈഡ്രജന് വേണ്ടിയുള്ള പദ്ധതികൾ ഏറ്റവും കാര്യക്ഷമമായി നടപ്പിലാക്കുന്ന, അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ച രാജ്യമാണ്. ഗ്രീൻ ഹൈഡ്രജന്റെ ഹബ്ബായി തന്നെ ഇന്ത്യ മാറുന്നു എന്ന പ്രസ്താവനയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തി. ഒപ്പം സാങ്കേതികവിദ്യയുടെ കൈമാറ്റത്തിലും വലിയ ചുവടുവയ്പ്പിലേക്ക് നീങ്ങുന്നു എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. ഒപ്പം ജോ ബൈഡനും ഇന്ത്യയുടെ DNA ഡെമോക്രസി എന്ന് പറഞ്ഞ് പ്രശംസിക്കുന്ന നിലപാടുണ്ടായി ജോ ബൈഡന്റെ ഭാഗത്തു നിന്നും. മധു കൊട്ടാരക്കര ചേരുന്നു അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന്. മധു കൊട്ടാരക്കര, ഇരു നേതാക്കളുടെയും സംയുക്ത പ്രതികരണം, പ്രസ്താവനയിലെ കാതലായ പ്രസ്താവനകൾ എന്തൊക്കെ? ഗോകുൽ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജോ ബൈഡനും മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ നേരിട്ട ചോദ്യങ്ങളായിരുന്നു ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളും അതുപോലെ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനവും ഇന്ത്യ ഗവൺമെന്റിന് എങ്ങനെയാണെന്നുള്ളത്. ഒരുപക്ഷെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇത് ആദ്യമായിട്ടാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ നേരിടുന്നത്. ഈ ചോദ്യത്തിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി ഇന്ത്യയുടെ DNA-യിലുള്ളതാണ് ജനാധിപത്യം, അതുമാത്രമല്ല ആരോടും ഒരു വിവേചനവും ഇല്ലാതാണ് തന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് അടിവരയിട്ട് അദ്ദേഹം പറയുകയായിരുന്നു. ജോ ബൈഡനോട് ചോദിച്ച ചോദ്യം ചൈനയുടെ പ്രസിഡന്റ് ഡിക്റ്റേറ്ററായിട്ട്, ഏകാധിപതിയായിട്ട് വിശേഷിപ്പിച്ചതാണ്. എന്നാൽ അതൊക്കെ ചില ഫാക്ടുകളൊക്കെ വെച്ച് സംസാരിച്ചതാണ്. അധികം വൈകാതെ തന്നെ ഈ ചൈനീസ് പ്രസിഡന്റുമായിട്ട് ജോ ബൈഡന്റെ മീറ്റിംഗും ഉണ്ടാകും. ഇനിയും ഇവര് തമ്മിലുള്ള 2 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾ, ഒരുപക്ഷെ 1 മണിക്കൂറിന് ശേഷമാണ് ഇവര് പത്രസമ്മേളനത്തിൽ പോലും എത്തിയത്. അത്രയേറെ നീണ്ടുപോയ ചർച്ചകളായിരുന്നു ഇരു നേതാക്കളും തമ്മിൽ. ധാരാളം കരാറുകളാണ് ഇവര് ധാരണയായിരിക്കുന്നത്. കരാറുകൾ ഗോകുൽ നമുക്ക് പറയാം കരയിൽ നിന്ന് ആകാശോളം എത്തിയിരിക്കുന്നു. 2024 ചാന്ദ്ര ദൗത്യത്തിൽ ഇന്ത്യയും കൂടെ സഹകരിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് ഏറ്റവും വലിയ ഒരു കരാറായിട്ട് നമുക്ക് നോക്കിക്കാണേണ്ടത്. നാസയും ISROയും ഇതില് പങ്കാളിത്തത്തോടുകൂടി പ്രവർത്തിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ മൈക്രോൺ സെമി കണ്ടക്ടർ എക്കോസിസ്റ്റം ഇന്ത്യയിൽ സ്ഥാപിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അതുപോലെ ഈ എയർ ഇന്ത്യയുടെ ഈ ബോയിങ്ങിന്റെ വിമാനങ്ങൾ വാങ്ങുന്നതിന് ജോ ബൈഡൻ എടുത്തു പറയുകയും അത് അമേരിക്കയിൽ ധാരാളം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ചതിനെ പറ്റി പറയുകയും ചെയ്തു. സോളാർ മേഖലയിൽ ഇന്ത്യ $2 ബില്യൺ പരം നിക്ഷേപിക്കും. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ തെറ്റായ സന്ദേശങ്ങൾ നിർത്തുവാനായിട്ടുള്ള ഒരു സഹകരണം ഉണ്ടാകും. നരേന്ദ്രമോദി പറഞ്ഞത് വാണിജ്യ മേഖലയിൽ പുതിയൊരു അധ്യായം തുടങ്ങുകയാണ്. തർക്കങ്ങൾ പരിഹരിച്ച് അമേരിക്കയും ഇന്ത്യയും ഒരു ആഗോള തലത്തിൽ തന്നെ ഒരു വലിയ ശൃംഖല രൂപപ്പെടുവാനുള്ള എല്ലാ കാര്യങ്ങളും രൂപപ്പെട്ടു കഴിഞ്ഞുവെന്നാണ്. ആയുധ കരാറുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. എന്നാലും ഈ യുക്രൈൻ യുദ്ധം ചർച്ചയായെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതില് ഈ റഷ്യയെ കൂടുതൽ
ഇന്ത്യ ആയുധത്തിനായി ആശ്രയിക്കുന്നതിൽ കുറവ് വരുത്താനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. ഇന്ത്യക്ക് സാങ്കേതിക വിദ്യകൾ കൈമാറുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജനറൽ ഇലക്ട്രിക്കും അതുപോലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഈ F414 ഫൈറ്റർ ജെറ്റുകൾക്കുള്ള ബോയിങ് എഞ്ചിനുകൾക്കുള്ള സാങ്കേതിക പങ്കാളിത്തം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനം, സെമി കണ്ടക്ടർ അതുപോലെ ഇലക്ട്രോണിക്സ് മേഖലകളിലും നിരവധി കരാറുകൾക്ക് രൂപം കൊണ്ടു കഴിഞ്ഞു. ഈ ചർച്ചകളിലൂടെ അമേരിക്കയും ഇന്ത്യയും കൂടുതൽ അടുക്കുന്നതായിട്ടാണ് ഈ 2 മണിക്കൂർ ചർച്ചകളോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് നരേന്ദ്രമോദി നേരെ പോകുന്നത് US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനാണ്. ഗൂഗിൾ മധു, ഇന്ത്യ അമേരിക്ക ബന്ധത്തിന് ആകാശത്തിന്റെ അതിരുകളില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അത് അർത്ഥവത്താകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, അത്തരത്തിലുള്ള ചർച്ചകൾ ക്രിയാത്മകമായ ചില കരാറുകളിലേക്ക് നീങ്ങുന്നു. അത് വ്യക്തമാക്കുന്ന തരത്തിലല്ലേ ഇപ്പോഴത്തെ സംയുക്ത പ്രസ്താവനയും ഇന്നത്തെ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള തീരുമാനങ്ങളും സൂചിപ്പിക്കുന്നത്? ഗോകുൽ, ഒരുപക്ഷെ ഒരുപാട് കരാറുകൾ ഇരു രാജ്യങ്ങൾക്കും പങ്കാളിത്തം ഉറപ്പാക്കുന്ന രീതിയിലുള്ളത് വന്നിരിക്കുകയാണ്. ജോ ബൈഡൻ തന്നെ ഈ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞത്, ഓരോ പ്രാവശ്യം നരേന്ദ്രമോദിയെ കാണുമ്പോഴും, കഴിഞ്ഞ പ്രാവശ്യം ഹിരോഷിമയിലെ G20 സമ്മിറ്റിലാണ് കണ്ടത്, പുതിയ പുതിയ മേഖലകൾ ഇരു രാജ്യങ്ങളിലും തമ്മിൽ തുറക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കരാറുകൾ ഒരുപാട് രൂപം കൊണ്ടു കഴിഞ്ഞു. ഈ ആകാശത്തോളം എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് ഒരുപക്ഷെ നാസയും ISROയും കൂടെയുള്ള സഹകരണവും അതുപോലെ തന്നെ സമാധാനത്തിനായിട്ട് ചന്ദ്രനിലെയും അതുപോലെ തന്നെ ചൊവ്വയിലെയും പര്യവേഷണത്തിനുള്ള ഈ ഉടമ്പടി ഒപ്പുവെച്ചതായിരിക്കാം ഒരുപക്ഷെ സൂചിപ്പിച്ചത്. ഇത് ഇന്ത്യയുടെയും ആകാശ ദൗത്യങ്ങൾക്ക് ഒരു വലിയ മാറ്റം തന്നെ കൊണ്ടുവരും. കാരണം നാസ പോലെയുള്ള ഒരു ഏജൻസിയുമായിട്ടുള്ള ഒരു സഹകരണമാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. ഗോകുൽ. ശ്രീ മധു കൊട്ടാരക്കര,